കോഴിക്കോട് എലത്തൂരിൽ യുവതിയെ പ്രണയം നടിച്ച് ലൈംഗികമായി പീഡിപ്പിച്ച് ഒന്നിച്ചു മരിക്കാൻ വിളിച്ചു വരുത്തി ചതിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി വൈശാഖൻ പോലീസ് കസ്റ്റഡിയിൽ. 5 ദിവസത്തെ കസ്റ്റഡിയാണ് കോടതി അനുവദിച്ചത്. രഹസ്യബന്ധം ഭാര്യ അറിയുമെന്ന് കരുതിയാണ് പേടിച്ചാണ് യുവതിയെ കൊലപ്പെടുത്തിയത്. സമഗ്രമായ റിപ്പോർട്ടിലേക്ക്. ഒന്നിച്ചു ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒന്നിച്ചു മരിക്കാമെന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ച് യുവതിയെ തന്റെ ഇൻഡസ്ട്രിയിൽ എത്തിക്കുന്നു. അവിടെ വെച്ചൊരു ആത്മഹത്യയെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ അവരെ കൊലപ്പെടുത്തുന്നു. സാധാരണക്കാർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ക്രിമിനൽ ബുദ്ധിക്കുടമയാണ് പ്രതി വൈശാഖൻ. ഈ മാസം 24-നാണ് എലത്തൂരിലെ വർക്ക്ഷോപ്പിൽ യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. വൈശാഖിന്റെ ഉടമസ്ഥതയിലുള്ള വർക്ക്ഷോപ്പാണിത്. ആത്മഹത്യയെന്നായിരുന്നു പോലീസിന്റെ പ്രാഥമിക നിഗമനം. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് സുഹൃത്ത് വൈശാഖന്റെ പങ്ക് ഈ കൊലപാതകത്തിൽ വ്യക്തമായത്. വർഷങ്ങളായി വൈശാഖനും യുവതിയും തമ്മിൽ അടുപ്പത്തിലായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ചെറിയ കാലം മുതൽ തന്നെ വൈശാഖൻ ഈ പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നുവെന്നും ചോദ്യം ചെയ്യലിൽ വ്യക്തമായി. ഇതിനിടെ അടുത്ത കാലത്തായി യുവതി വിവാഹം കഴിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചതോടെയാണ് വൈശാഖൻ ട്രാക്ക് മാറ്റി തുടങ്ങിയത്. തന്റെ ഭാര്യ ഈ ബന്ധത്തെക്കുറിച്ച് അറിയുമെന്ന ആശങ്കയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഒന്നിച്ചു ജീവിക്കാൻ പറ്റിയില്ലെങ്കിലും ഒന്നിച്ചു മരിക്കാമെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാണ് 24-ാം തീയതി വൈശാഖൻ യുവതിയെ വർക്ക്ഷോപ്പിലേക്ക് വിളിച്ചു വരുത്തിയത്. 2 പേർക്കും മരിക്കാനായി കുരുക്ക് തയ്യാറാക്കിയ വൈശാഖൻ യുവതി കഴുത്തിൽ കുരുക്കിട്ടയുടൻ സ്റ്റൂള് തട്ടിമാറ്റുകയായിരുന്നു. മരണം ഉറപ്പിച്ചതിന് ശേഷം ഇയാൾ സ്ഥലത്ത് നിന്ന് കടന്നു കളഞ്ഞു. പ്രണയം നടിച്ച് ഇയാൾ പലതവണ ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചു. പോക്സോ വകുപ്പുകളടക്കം ചുമത്തിയാണ് പ്രതിക്കെതിരെ കേസെടുത്തത്. വർക്ക്ഷോപ്പിലെ CCTV ദൃശ്യങ്ങളാണ് ഈ കേസ് തെളിയിക്കാൻ പോലീസിന് ഏറ്റവും വലിയ തുമ്പായി മാറിയത്. എലത്തൂർ തട്ടമ്പാട്ടുതാഴം സ്വദേശികളാണ് യുവതിയും വൈശാഖനും. വിശദമായ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനും വേണ്ടിയാണ് പോലീസ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചത്. പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ച കൊയിലാണ്ടി മജിസ്ട്രേറ്റ് കോടതി ഫെബ്രുവരി 2 വരെയാണ് കസ്റ്റഡി അനുവദിച്ചത്. ഇതിനുള്ളിൽ ചോദ്യം ചെയ്യലും തെളിവെടുപ്പുമടക്കം പോലീസിന് പൂർത്തിയാക്കണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.